സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ് നമ്മുടെ നാട്. ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ തെരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങളും അനൗൺസ്മെന്റുകളും ഒക്കെ. ഇനിയിപ്പോ വരും കാലങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ അനൗൺസ്മെന്റിന്റെയും ഈ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുടെയും ഒക്കെ ഒരു ബഹളമായിരിക്കും. ഇപ്പം തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഈ പാട്ടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കലാകാരന്മാർ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിലെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോക്ക് സമീപമാണ്. ഇവിടെ തകൃതിയായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓഡിയോ ബീത്തിൽ ഒരു കലാകാരൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ പാട്ട് ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലേക്ക് കടന്നില്ലേ ഈ പ്രചരണ ഗാനങ്ങളൊക്കെ? തീർച്ചയായും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്കായി. ഒത്തിരി വർഷങ്ങളായിട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാവട്ടെ, നിയമസഭയാവട്ടെ, ലോക്സഭയാവട്ടെ, അതിലെല്ലാം ഏത് സ്ഥാനാർത്ഥികളും ആയിക്കോട്ടെ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള നിരവധി പാട്ടുകളും പറച്ചിലുകളുമായിട്ട് ഒട്ടനവധി വർഷമായിട്ട് എടവണ്ണപ്പാറ ജിനാൻ മീഡിയ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ കൂടെയുണ്ട്. ഈ വർഷവും പ്രിയപ്പെട്ട കലാകാരന്മാർ എല്ലാവരും റെഡിയാണ്. ഞങ്ങൾ ആരാണോ ആഗ്രഹിക്കുന്നത് അവർക്ക് അനുസൃതമായ പാട്ടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പം നമ്മുടെ ഗായകൻ ഇവിടെ ഉണ്ട്. അതായത് ഇപ്പം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പോലും ഇപ്പം സ്ഥാനാർത്ഥികളൊക്കെ പലയിടങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ? ഇപ്പൊ പാട്ടുകളൊക്കെ വന്നു തുടങ്ങി സ്വാഗതം പറഞ്ഞുകൊണ്ട്, അതുപോലെ പഴയകാല വികസനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടൊക്കെയുള്ള പാട്ടുകൾ ഇപ്പൊ ഏകദേശം ഒരു 10-15 പാട്ടുകൾ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ചെയ്തു. പിന്നെ അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളിലാണ് ഞങ്ങളെല്ലാം. ഞങ്ങൾ എടവണ്ണപ്പാറയിലാണ്, ഞങ്ങൾ ജിനാൻ മീഡിയയിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ മേഖലയിലെ കലാകാരന്മാർ എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട്. അതിൽ പിന്നെ ആ കാണുന്നത് ഞങ്ങളെ സീനിയർ കലാഭവൻ സതീഷ്, നാടൻ പാട്ടിലെ കലാകാരനാണ്. അതുപോലെ സിനിമയിലൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഇത് അനാമിക, സിത്തു, അങ്ങനെ എല്ലാവരും ഉണ്ട്. നൌഷാദ്, നൌഷി. പ്രധാനമായിട്ടും ഈ സിനിമാ പാട്ടുകളുടെ ഒരു പാരഡി രീതിയിലാണ്. സിനിമാ പാട്ടുകളുടെ പാരഡി, അതുപോലെ പഴയകാല മാപ്പിളപ്പാട്ടുകൾ, നാടൻ പാട്ടുകൾ, അങ്ങനെ ഓരോ നാടിനനുസൃതമായി ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഉണ്ടാവും. അത്തരം പാട്ടുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന്റെ പാരഡി എഴുതിയിട്ടാണ് സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങൾ, അവരുടെ ചിഹ്നം, അവരുടെ പേര്, അവരുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാട്ടുകൾ തയ്യാറാക്കുന്നത്. തിരഞ്ഞെടുപ്പിനടുത്തുവല്ലോ വോട്ടുകൾ ചെയ്യാൻ പോവേണം. നാടിൻ നന്മകളോർത്തു നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലേണം. ഒരുപാട് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത സംസ്ഥാനത്തിലൊക്കെ സമ്മാനം നേടിയ ഒരു ഗായക കൂടിയാണ്. അതെ അതെ. ഈ രംഗത്ത് വന്നിട്ട് എത്ര കാലമായി? ഈ സ്റ്റേജ് ഷോയും മറ്റുമൊക്കെ ആയിട്ട് ഒരു 10 വർഷത്തിന്റെ മേലെയായി എന്തായാലും. ഈ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളൊക്കെ കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് ചെയ്തത്. ഒരുപാട് സോങ്സ് പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ കൂടുതലായിട്ടും സിനിമ പിന്നണി ഗാനങ്ങളുടെ പാരഡിയാണോ അതോ ഏത് തരത്തിലുള്ളതാണ്? നമ്മളിപ്പോ ഇവിടെ കുറച്ച് സോങ്സ് ഒക്കെ പാടി. അതില് മാപ്പിളപ്പാട്ടുണ്ട്, സിനിമാ പാട്ടുണ്ട്, ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ട് നിൽക്കുന്ന പാട്ടുകളുണ്ട്, നാടൻ പാട്ടുണ്ട്, എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഈ വർഷങ്ങളായിട്ട് ഈ രംഗത്തുള്ള ആളല്ലേ? അതെ, ഈ വർഷമായിട്ട് ഇവിടെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് ഗാനങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടാകുന്നുണ്ട്. അതെ, ഞങ്ങളിപ്പോ കഴിഞ്ഞ വർഷമാണ് തെരഞ്ഞെടുപ്പ് ഈ ഗാനങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ ജിനാം സ്റ്റുഡിയോയിൽ കഴിഞ്ഞ വർഷമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കലാഭവൻ സതീഷ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് അദ്ദേഹം. ഈ നാടൻപാട്ടൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യാറുണ്ടോ? നാടൻപാട്ട് കുറെ നാടൻപാട്ടിൽ പാടും. മണിച്ചേണ്ട പാട്ടിലാണ് അധികം പാടാറ്, ഇതിന്റെ പാരഡി പാട്ടുകൾ. പിന്നെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷമാണിത്. പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഒരുപാട് പാട്ടുകൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ജിനാൻ മീഡിയ ഞങ്ങളെ ഒരുപാട് ഈ കൂട്ടായ്മ മാത്രമല്ല, ഇനി ഒരുപാട് കലാകാരന്മാർ വരാനുണ്ട് പാടാനായിട്ട്. ഇനി സദാസമയം, ഇനി രാത്രിയിൽ ഉറക്കമില്ലാത്തൊരു സമയമാണ്, എല്ലാവരും അടിച്ചു വിളിക്കുന്ന സമയം അല്ലെ. കുറെ പാട്ടുകൾ പാടും, പ്രത്യേകമായിട്ട് ഉത്സവമായി മാറുന്നത്. ഇനിയുള്ള സമയങ്ങളിൽ രാത്രിയും പകലൊക്കെ തിരക്കുള്ള ഒരു സമയം. അതായത് പിന്നെ ഇവിടെ തന്നെ ഒരു മേളിൽ ഞങ്ങൾ 2 റൂമൊക്കെ എടുത്തിട്ട് അവിടെ തന്നെയാണ് ഭക്ഷണം, കിടത്തും. പിന്നെ വീട്ടിൽ പോലൊന്നുമില്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ പോയിട്ട് വരും. ബാക്കിയൊക്കെ സ്റ്റുഡിയോയിൽ തന്നെ റെക്കോർഡിംഗ് മാത്രം. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാട്ടുകൾക്കൊപ്പം തന്നെ ഉള്ളതാണ് നല്ല അടിപൊളി അനൗൺസ്മെന്റുകൾ എന്നുള്ളത്. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, മാന്യ വോട്ടർമാരെ, ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായി 4ാം വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നമ്മുടെ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാരഥിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഫുട്ബോൾ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കണമേ എന്ന് നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. അനൗൺസ്മെന്റുകൾ സജീവമാണ്. അനൗൺസ്മെന്റ് ഇതാ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചില സൂചനകൾ കിട്ടുമ്പോൾ തന്നെ അവരുടെ മേറ്ററൊക്കെ ഇപ്പോഴേ അയച്ചു തരാണ്. അത് 1 മിനിറ്റിന്റെ ഒരു വോയിസ് ചെയ്യണം, സ്റ്റാറ്റസ് വെക്കാനാണ്, സ്റ്റോറി വെക്കാനാണ്. ഇപ്പൊ നേരത്തെ വണ്ടിയിലുള്ളതിനേക്കാൾ കൂടുതൽ ഈ സ്റ്റാറ്റസ് വെക്കാനും വാട്സപ്പുകൾ പ്രചരിപ്പിക്കാനൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ് ശരിക്കും പറഞ്ഞ ഇലക്ഷൻ നടക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോ AI സംവിധാനത്തിൽ ഒരുപാട് വീഡിയോസ്, അതുപോലെ ഇങ്ങനത്തെ സാധനങ്ങൾ, അവരുടെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ
വികസനങ്ങൾ, അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മേന്മകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ മാറ്റർ തരുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പം ഇവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ തന്നെ ഇനി ഒരു തിരക്കുള്ള ദിവസങ്ങളിലേക്ക് പോകാല്ലേ? അതെ അതെ അതെ, ഏകദേശം ഇപ്പൊ ജിനാൻ മീഡിയ തുടങ്ങിയിട്ട് ഒരു 15 വർഷത്തോളായി. 3 പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾക്ക് ചെയ്തു അല്ലെ, സർക്കാർ ടീമൊക്കെ അണിച്ചൊരുക്കേണ്ട 3 പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോ 2 ബൂത്തുകളിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. 3 എഞ്ചിനീയർ വെച്ചിട്ട് രാത്രി പകലൊക്കെ ഫുൾ റെക്കോർഡിംഗ് തന്നെയാണ്. സൗണ്ട് ഒരുപാട് പാട്ട് ഇപ്പൊ ഹൈന്റെ കെയർ ഓഫിലും അതുപോലെ തന്നെ നൌഷാദ് നൌഷിയുടെ കെയർ ഓഫിലൊക്കെ ഒരുപാട് പാട്ടുകൾ വന്നു. പിന്നെ ഫീമെയിൽ ആയിട്ട് നമുക്ക് അനാമിക സിത്തുണ്ട്. അതിപ്പം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചില്ല, അതിന് മുന്നേ തന്നെ വർക്കുകൾ വന്നു തുടങ്ങി. ഇനി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തിരക്കിലേക്ക് പോകും. അതെ 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 അതെ, ഏതായാലും വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ളതാണല്ലേ? ഒരു 15 വർഷത്തോളമായി സ്റ്റുഡിയോ തുടങ്ങിയിട്ട്. ഗാനമേള വേദിയിൽ ഒരു 20 വർഷത്തോളമായി. ഈ തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ എന്ന് പറയുന്നത് ഓരോ സ്ഥാനാർത്ഥികളുടെ പേരും സ്ഥലങ്ങളൊക്കെ വെച്ചിട്ട് പാട്ട് എഴുതുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ ഈ പാട്ട് പാടുന്നതും പാടിയതിനു ശേഷം കേൾക്കുന്നതൊക്കെയാണ്. പക്ഷേ പാട്ട് എഴുതുന്നത് അതൊരു പ്രധാനപ്പെട്ട ഘടകം. ഇവിടെ ആരൊക്കെയാണ് നമുക്ക് പാട്ട് എഴുതുന്നത്? പ്രശസ്തരായ എഴുത്തുകാർ തന്നെയാണ്. നമുക്കറിയാം, ദാസേട്ടൻ, ചിത്രേച്ചിയെ പോലെയുള്ളവരെ കൊണ്ട് മാപ്പിളപ്പാട്ട് എഴുതി പാടിപ്പിച്ച കലാകാരനാണ് ബാപ്പു വള്ളിപ്പറമ്പ്. ബാപ്പു വള്ളിപ്പറമ്പ് എന്ന സീനിയർ ആർട്ടിസ്റ്റ് എല്ലാ സമയവും ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പാട്ട് എഴുതുന്നുണ്ട്. അവരുടേതായ പാട്ടുകളുണ്ട്. കൂടാതെ അമീദ് പൂവാട്ടുപറമ്പ്, അൻസാരി പൊന്നാട്, പിന്നെ അബ്ദുൽ ഹൈ ഒരുപാട് പാട്ടുകൾ എഴുതി തരാറ്. തിരക്കിന്റെ ഇടയിൽ ഹൈ തന്നെയാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതാറുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സ്റ്റുഡിയോകളും കലാകാരന്മാരൊക്കെ സജീവമായിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം കൂടി വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കിലേക്ക് അവർ പോകും എന്നുള്ളത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളും അനൗൺസ്മെന്റുകളൊക്കെ. ഏതായാലും ഈ രംഗത്തും കലാകാരന്മാർക്കൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ വളരെയധികം തിരക്കായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അൻഡ്രൂ ബിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.